നയതന്ത്ര വിദഗ്ധൻ അനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, നിലവിലെ അതിർത്തിയിലെ സാഹചര്യങ്ങളെല്ലാം താങ്കൾ കാണുന്നുണ്ട്, വിലയിരുത്തുകയാണ് എന്ന് മനസ്സിലാകുന്നു. വളരെ ശക്തമായ ഒരു തിരിച്ചടിയാണ്, ഒരു പ്രതികരണമാണ് പാകിസ്ഥാൻ്റെ നിലപാടുകൾക്ക്, നടപടികൾക്ക് ഇന്ത്യ നൽകിയത്. എന്നിട്ടും ഇന്ന് പുലരുമ്പോഴും പാകിസ്ഥാൻ തങ്ങളുടെ പ്രകോപനം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വിഷ്വൽസിലൊക്കെ കണ്ടാൽ അങ്ങേയറ്റം മോശമായ രീതിയിലാണ് അതിർത്തി ഗ്രാമങ്ങളിലടക്കം ഇവർ അറ്റാക്ക് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും അസ്ഥിരമായ അവസ്ഥയിൽ പോലും അവിടെ ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ അവിടെ ഒരു സുസ്ഥിരമായ ഒരു സൈനിക മേധാവിത്വമോ ഒരു നയിക്കാൻ ഒരാളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണിപ്പോൾ. പാകിസ്ഥാൻ ടോട്ടൽ ലോക്ക്ഡൗൺ, ഷട്ട് ഡൗൺ ആണ്. ഈ ഒരു അവസ്ഥയിൽ പോലും ഇന്ത്യക്കെതിരെ ഈ രീതിയിൽ പ്രകോപനം നടത്താൻ, ആക്രമണം നടത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം പാകിസ്ഥാനിലെ ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന അവസ്ഥ, അത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഡീപ് സ്റ്റേറ്റ് ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിനെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളും മിലിറ്റന്റ് ഗ്രൂപ്പുകളും മത തീവ്രവാദവും ഒക്കെ ചേർന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ആക്റ്റീവായി നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ എത്ര പാഠം പഠിപ്പിച്ചാലും മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ, തീവ്രവാദം ലോകത്തിന് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഇവരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ചെയ്താൽ അവർക്ക് സ്വർഗലോകം കിട്ടുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ച് അതിനുള്ള പരിശീലനം നൽകി മുന്നോട്ട് വരുന്നവർ തീർച്ചയായിട്ടും ആത്മഹത്യാപരമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മൾ നടത്തിയ ഓപ്പറേഷൻസ് മുഴുവൻ പാകിസ്ഥാന്റെ അടിവേരിളക്കുന്നതാണ്. പാകിസ്ഥാനിലെ, അതായത് പാകിസ്ഥാന് കാര്യമായി ഒന്നും തന്നെ ഇന്ത്യയിലേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പരിപൂർണമായ തിരിച്ചടിയാണ് പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടിയത്. മാത്രമല്ല, ഇപ്പോഴും അതിർത്തിയിൽ അവരെ സംഘർഷത്തിന് തുനിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ ജനങ്ങളോടൊന്ന് പറഞ്ഞു നിൽക്കാൻ വേണ്ടി പോലും ഒന്നും അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ മുറയിൽ, അല്ലെങ്കിൽ അവിടുത്തെ സൈന്യത്തിന്റെ മുറയിൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏത് രാജ്യത്തിനും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാനാണ് അവർ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ ഓരോ ശ്രമവും ഓരോ അടി കിട്ടുമ്പോഴും ആ മുറയിൽ ഇപ്പൊ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പാകിസ്ഥാൻ മറന്നുപോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ പലപ്പോഴും പാകിസ്ഥാന്റെ ഒരു വിദ്യ എന്ന് പറയുന്നത് ഈ ഇടയിൽ തമ്മിലടിപ്പിച്ച് ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന ഒരു സ്വഭാവം പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ കരുതിയത് ഇത്തവണയും ഈ സംഘർഷത്തിലേക്കൊക്കെ പോകുമ്പോൾ ചൈന അവരുടെ രക്ഷയ്ക്കെത്തും, അങ്ങനെയൊക്കെ വന്നാൽ കുറെ സമ്മർദ്ദമൊക്കെ ഇന്ത്യക്ക് മുകളിൽ വരും, കുറച്ച് അടി ഇന്ത്യക്കൊക്കെ കൊടുക്കാം, എന്നിട്ട് മാറി നിൽക്കാം എന്നൊക്കെ അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ ആകെ തെറ്റി. ഇത്തവണ സൈനികപരമായി പോലും കാര്യമായൊരു സഹായം ചൈനയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പ്രധാന ശക്തികളെല്ലാം തന്നെ അവർക്ക് തുർക്കി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അവർക്കെതിരായി ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇനി നമ്മൾ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനി ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന മതതീവ്രവാദവും ഫണ്ടമെന്റലിസവും മിലിറ്ററിസവും ഇതെല്ലാം കൂടെ കൂടിക്കലർന്നുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇനി പിന്നോട്ട് പോവുക അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അസാധ്യമാണ്. ആത്മഹത്യപരമായ നീക്കങ്ങളിലൂടെ അവസാനിക്കാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാകാതെ ശക്തമായി, ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് വേണ്ടത്ര സൈനിക സന്നാഹം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ 10-20 കേന്ദ്രങ്ങൾ ഇതിനോടകം തകർക്കപ്പെട്ടേനെ. നിരന്തരമായ മൈനുകളും ഷെല്ലിങ്ങുകളും ഒക്കെയാണ് അവർ ചെയ്തത്. അതിനെല്ലാം ഡിഫ്യൂസ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത്. മൈനല്ല ഞാൻ പറഞ്ഞത്, നിരന്തരമായ ഷെല്ലിങ്, മിസൈൽസ്, ഇതൊക്കെയാണ് അവർ ഉപയോഗിച്ചത്. അപ്പൊ അതിനെ ഒരു വശത്ത് ആഭ്യന്തരമായി മറ്റൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. നമുക്കറിയാം, ഈ ബലൂച്ച് ലിബറേഷൻ ആർമി ശക്തമായ തോതിലുള്ള ചില മൂവ്മെന്റുകളൊക്കെ അവിടെ നടത്തി കത്വ എന്ന് പറയുന്ന പ്രദേശം അവർ പിടിച്ചെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ ആഭ്യന്തരമായി തന്നെ പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതേസമയം തന്നെ പ്രധാനപ്പെട്ട ചുമതലകൾ നിർവഹിക്കേണ്ട പല നേതാക്കന്മാരും തങ്ങളുടെ കൂടാരം വിട്ട്, അവരൊക്കെ ഈ അഴിമതി പണത്തിലൂടെയൊക്കെ വിദേശ രാജ്യങ്ങളിൽ വാങ്ങിക്കൂട്ടിയ സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണ്. അവിടെ ഈ മത തീവ്രവാദം പഠിപ്പിച്ചു വെച്ച സാധാരണക്കാരായ ആളുകളാണ് ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്നത്. പക്ഷെ അതേസമയം തന്നെ തീവ്രവാദികളൊക്കെ പലരും അവരുടെ ഹൈഡൌട്ടുകളിൽ സുഖമായി കഴിയുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനൊക്കെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ തകർക്കുവാനാണ് ഇത്തവണ ഇന്ത്യ ശ്രമിച്ചത്. ഒരുപക്ഷെ ആദ്യത്തെ ഓപ്പറേഷൻ സിന്ദൂറിലെ ആദ്യത്തെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ പരസ്പരം ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒത്തുതീർപ്പായേനെ. അതിന് പകരം ഇന്ത്യ കൊടുത്ത മുഴുവൻ വാണിംഗും മുന്നറിയിപ്പും അവഗണിച്ചുകൊണ്ട് വീണ്ടും ഇന്ത്യയിലെ 15ഓളം നിരപരാധികളായ ഗ്രാമീണരെ കൊന്നൊടുക്കിയപ്പോൾ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയേറെ കനത്ത ഒരു തിരിച്ചടി വേണ്ടി വരുമെന്ന്, അല്ലെങ്കിൽ തങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും തന്നെ ഇന്ത്യയുടെ വിദൂര നിയന്ത്രിതമായിട്ടുള്ള സൈനിക സന്നാഹങ്ങളിൽ
സന്നാഹങ്ങളുടെ റീച്ചിൽ വരുന്നവയാണ് എന്നുള്ള കാര്യം പോലും പാകിസ്ഥാൻ മറന്നു.